ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും കോവയും ചേനയും മുരിങ്ങ വെണ്ട അങ്ങനെ എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പയിൽ വെച്ചതാട്ടോ. ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, പിന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങ പിന്നെ ഇട്ട് കൊടുത്താട്ടോ, വെന്തുടഞ്ഞു പോകുന്നതുകൊണ്ട്. ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ടേ, അത് വെണ്ടയാണ് ഇടുന്നത്. ഒരു വല്യുള്ളി ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇട്ടിട്ടുണ്ടേ. പച്ചമുളകിൻ്റെ കൂടെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. തേങ്ങയിലേക്ക് 1 സ്പൂൺ നല്ല ജീരകവും 1 കഷ്ണം ഇഞ്ചിയും, ചെറിയ പീസ് ഇഞ്ചി മതി. ഇതും നല്ല പുളിയുള്ള മോരും ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക. അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി കോവക്കയും വെണ്ടയും എടുത്തതാണ്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് കീച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മുളക് പൊടി വളരെ കുറച്ചേ ഇടാവും, കാരണം 5 പച്ചമുളക് ഞാൻ ഇട്ടിരുന്നു. അരച്ച് വെച്ച അരപ്പും അതിലേക്ക് ഒഴിച്ചു. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അവിയിലൊരിക്കലും നേർത്ത് പോകരുത് കേട്ടോ. കറിവേപ്പില ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു, അതിട്ടതാണേ. എല്ലാം കൂടെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നമുക്ക്. മറ്റേ അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചതാട്ടോ ചോറിന്. വറ്റൽ മുളകും കറിവേപ്പിലയും കടുകും വെളിച്ചെണ്ണയിൽ വറുത്തിട്ടതാണ്. ഇത്തിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറി മാറ്റാം. ആ അടുപ്പിൽ തന്നെ ഇനി ഒരു ചട്ടി വെച്ച് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെ കേട്ടോ, ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കണേ. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വേറെന്തല്ല വിശേഷം? ഇന്നെന്താ എല്ലാവർക്കും എന്താ സ്പെഷ്യല്? വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ച് എടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അത് കറിവേപ്പിലാണ് ഇട്ടത്. ഞാൻ ചോറിന് അരിയിടാണ് വെള്ളം ചൂടായപ്പോൾ. വേറെന്തൊക്കെയാണ്? എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
കണ്ടമേൾക്ക് വരട്ടി റെഡിയായേ. വെള്ളാപ്പത്തിന് മാവ് അരച്ച് വെച്ചു. ആ സമയം കൊണ്ട് ഇതൊരു പഴുത്ത ചക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ, വൃത്തിയാക്കിയിട്ട്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന വള കേട്ടോ. ചക്ക മടലും നമ്മളെ വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ ഇല്ലേ, അതെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് ഒരു ദിവസം പഴകിയ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇടുക ചക്കമടൽ എല്ലാ ഇതും. എന്നിട്ട് അതിൻ്റെ മീതെ മണ്ണിട്ട് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും കയറാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം അടച്ച് വയ്ക്കുക. വെള്ളമൊന്നും കയറാതെ അടച്ച് വയ്ക്കുക. അവിയലും റെഡിയായി, ആംപ്ലേറ്റും റെഡിയായി. ചക്കപ്പണി കഴിഞ്ഞ് മെഴുക്ക് വരട്ടിയായി. ഇന്ന് മീനില്ലേന് കേട്ടോ. എല്ലാ കുക്കിങ്ങും കഴിഞ്ഞ്